മാർഗംകളി ശരിക്കും കേരള ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചടുലവും ചേതോഹരവുമായ ഒരു കളിരൂപമാണ്, രംഗകലയാണ് മാർഗംകളി. അത് ശരിക്കും പ്രാബല്യത്തിൽ നിൽക്കുന്നത് കേരളത്തിലെ കാന്യ ക്രിസ്ത്യൻ സമൂഹത്തിലാണെങ്കിലും ഇപ്പോഴേ യുവജനോത്സവ മത്സര ഇനമാകുന്നതോടുകൂടി മാർഗംകളി കേരളത്തിൻ്റെ പൊതുകലയായി ആസ്വദിച്ചു വരികയാണ്. മാർഗംകളിയുടെ ആദ്യ രൂപങ്ങൾ ശരിക്കും പുരുഷന്മാരുടെ കളിയായിരുന്നു. ഇത് കല്യാണപ്പാട്ടുകളുടെ കൂടെയും കല്യാണത്തിനും പെരുന്നാളിനുമൊക്കെ വിശ്വാസ പ്രചരണാർത്ഥവും സമുദായത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയുമൊക്കെ പാടിയിരുന്ന, താളത്തിൽ പാടിയിരുന്ന പുരുഷന്മാർ കളിച്ചിരുന്ന കളിയാണ്. അന്ന് ആദ്യകാലങ്ങളിൽ ഇതിൻ്റെ ഗവേഷകർ പറയുന്നത് മാർഗംകളിക്ക് കളി ഉപയോഗിക്കുന്ന പുരുഷന്മാർ ആ പാട്ട് പാടുമ്പോൾ വാളും പരിചയം ഉപയോഗിച്ചിരുന്നതാണ്. പിന്നീട് വാളും പരിചയം അപ്രത്യക്ഷമായി പുരുഷന്മാരുടെ കളി അവസാനിച്ചിട്ട് ഇപ്പോഴേ മാർഗംകളി സ്ത്രീകളുടെ കളി മാത്രമായിട്ട് മാറുകയാണ്. മാർഗംകളിക്ക് ഒരു 375 കൊല്ലത്തെ പഴക്കമുണ്ടെന്നാണ് അത് പഠിക്കുന്നവർ അതിൻ്റെ ലിറിക്സ് വായിക്കുമ്പോൾ. അപ്പോൾ മേക്കണിന്ത മേനിയും എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ പന്തലിൽ മാർത്തോമ നീ വാഴുക എന്ന് പറയുമ്പോഴൊക്കെ സംഘക്കളിയുമായിട്ടുള്ള ബന്ധങ്ങളാണ് വരണത്. സംഘക്കളിയിൽ നിന്ന് നമ്പൂതിരിമാരുടെ സംഘക്കളിയിൽ നിന്ന് നമ്പൂതിരിമാരുടെ സമൂഹത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമൂഹ വേദം സ്വീകരിച്ച ആൾക്കാർ ആ സംഘക്കളിയുടെ രൂപത്തിൽ ഒരു ക്രിസ്തീയ കളിരൂപം ഉണ്ടാക്കി എന്നുള്ള ഒരു പഠനങ്ങൾ മാർഗംകളിക്ക് സമാന്തരമായിട്ട് എവിടെ പഠിക്കുമ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. എങ്കിലും മാർഗംകളിയുടെ അവസാന നിലവിളക്ക് കൊളുത്തി 12 തിരിയുള്ള നിലവിളക്കാണ്. അപ്പോസ്തലന്മാരുടെ സമൂഹത്തിൽ നടുക്ക് ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ നിലവിളക്ക് കൊളുത്തിയിട്ടാണ് ഇവർ കളിച്ചു തുടങ്ങുന്നത്. ഇതിങ്ങനെ അരമണ്ഡലം മുഴുമണ്ഡലത്തിലൊക്കെ അവർ കളിക്കുമ്പോൾ ഇതെല്ലാം തുടങ്ങുന്നത് വിളംബത്തിലാണ് ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സ്പീഡ് കാലം മാറുകയാണ്. അതായത് വിളംബത്തിൽ ആരംഭിച്ചിട്ട് സ്പീഡ് കാലം മാറുന്നതാണ്. അതിനനുസരിച്ചുള്ള ചടുലങ്ങളായ ചുവടുമാറ്റങ്ങളാണ് മാർഗംകളിയുടെ മനോഹാരിത. പിന്നീട് കോസ്റ്റ്യൂംസ് എല്ലാം ജൈനമതവുമായിട്ട് ബന്ധമുള്ളതാണ്. സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, അതായത് ജൈനമതത്തിൽ നല്ലൊരു ശതമാനം ജനങ്ങളെ ക്രിസ്തീയ വേദം സ്വീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് അവരുടെ കോസ്റ്റ്യൂംസ് പ്രത്യേകിച്ച് പിഞ്ഞെറിച്ചിലൊക്കെ പിഞ്ഞെറിച്ചിലുള്ള മുണ്ട് ഇപ്പോഴേ പ്രഖ്യാപിതമായിട്ട് ക്രിസ്തീയ സമൂഹത്തിൻ്റെയും പഴയ ക്രിസ്തീയ തറവാടിത്തമുള്ള അമ്മമാരുടെയൊക്കെ ഒരു അടയാളമായിട്ടാണ് പിഞ്ഞെറിച്ചിലും അതുപോലെ തന്നെ മേക്കാമോതിരങ്ങളൊക്കെ. പക്ഷേ ഈ പിഞ്ഞെറിച്ചിൽ പ്രത്യേകിച്ച് ജൈനമതത്തിൽ നിന്ന് ക്രിസ്തീയ സമൂഹം ഉൾക്കൊണ്ടതാണ്. പക്ഷേ അത് ഇന്ന് ഔദ്യോഗികമായിട്ട് നിലനിൽക്കുന്നത് മാർഗംകളിയിലാണ്. മാർഗംകളി മാത്രമേ വാസ്തവത്തിൽ ക്രിസ്തീയ കലകളിലെ പിഞ്ഞെറിച്ചിലുള്ള അതിമനോഹരമായ പഴയ ചട്ടയും മുണ്ടും ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ മേക്കാമോതിരങ്ങളും പിന്നെ ഇപ്പോഴത്തെ കലകളുടെ എല്ലാത്തിൻ്റെയും ഇപ്പോഴത്തെ മേക്കപ്പ് അനുസരിച്ചുള്ള കാലത്തിൻ്റെ മാറ്റങ്ങൾ മാർഗംകളി ഉൾക്കൊണ്ടിട്ടുണ്ട്. 8ഉം 12ഉം പേരാണ് കളിക്കുന്നത്. 8 പേര് കളിക്കുമ്പോൾ 2 പേര് പാടുകയും ചെയ്യും. ഇങ്ങനെ 14 പാദം വരെ മാർഗംകളിക്കുണ്ട്. എങ്കിലും 5ഉം 14ഉം പാദങ്ങളാണ് ചലനങ്ങളുള്ളത്. മാർഗംകളി ഇന്ന് ഏറ്റവും ക്രിസ്തീയ കല എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരണത് മാർഗംകളിയാണ്. അതിമനോഹരമായ കലാവിഷ്കാരം.